ഈ തെരഞ്ഞെടുപ്പിൽ വാരി വാരി ഓരോ വാഗ്ദാനങ്ങൾ കൊടുക്കുക. പക്ഷേ ഫലത്തിൽ ഇവയൊന്നും ജനങ്ങൾക്ക് കിട്ടുന്നുമില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിലെ എല്ലാം ബജറ്റുകളിലെന്ന പോലെ കേരളത്തിൻ്റെ ബജറ്റ് കഴിഞ്ഞ പ്രാവശ്യം IT കോറിഡോർ ഒക്കെ നമ്മൾ സ്ഥാപിച്ചു. എവിടെ കോറിഡോർ? തപ്പി നോക്കണം, അവിടെയില്ല കോറിഡോർ. വീട്ടിനകത്തുള്ള കോറിഡോറുകൾ മാത്രമേ ഉള്ളൂ. അവിടെ കാലൊച്ചകൾ കേൾക്കുന്നുമില്ല. ഇതാണ് നമ്മുടെ സംഭവം. എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ശാപമല്ലേ ഇത്? നിലവാരമുള്ള രാഷ്ട്രീയവും ജനങ്ങളുമുള്ള പ്രദേശങ്ങളിൽ, എക്സാമ്പിൾ യൂറോപ്യൻ രാജ്യങ്ങൾ നമുക്ക് നോക്കാം. നോ ഫ്രീ ബീസ്. അങ്ങനെ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അവർക്ക് വിശ്വാസമല്ല. കാരണം പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് സൗജന്യം തരാം, അതായത് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ്. അത് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആൾക്കാരുടെ അടുത്ത് വില പോവുകയില്ല. പിന്നെ അവരെന്താ കാണിക്കുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തു ഇത്ര നാളിൽ, ഞങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ വാഗ്ദാനം അത് കാണിച്ചിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ നമ്മൾ ബസ്സിൽ എല്ലായിടത്തും പരസ്യം കാണുന്നില്ലേ? വലിയ ഹോർഡിങ്സിലൊക്കെ പരസ്യം, പത്രത്തിൽ പരസ്യം, ചാനലിൽ പരസ്യം. ജനങ്ങളുടെ പൈസ ദൂർത്തടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കേട്ടോ എന്ന് അവരോട് പറയേണ്ട കാര്യമുണ്ട്. കിട്ടിയെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകും കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള തെറ്റായ ഇലക്ഷൻ പ്രചരണ തന്ത്രങ്ങൾ ഇന്ത്യയുടെയും അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളുടെയും ഒരു വലിയ ശാപമാണ്. നമ്മുടെ നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പാപ്പരത്വത്തിന്റെ അങ്ങേയറ്റത്തെ ഉദാഹരണമാണിത്. സാറ് ചോദിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. ഒരു ഇലക്ഷൻ എടുത്ത് വന്നിരിക്കുകയാണ്, പല പല വാഗ്ദാനങ്ങളുമായിട്ട് മുന്നണികൾ വരുന്നു. ഇതുകൊണ്ട് മാത്രമല്ല, പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആള് നമ്മുടെ പലരുടെയും രാഷ്ട്രീയ ഭാവി നിർണയിച്ചിട്ടുള്ള ആള്. ആര് ജയിക്കും, ആര് തോൽക്കും, എങ്ങനെ ചെയ്താൽ നിങ്ങൾ ജയിക്കും, എങ്ങനെ ചെയ്താൽ നിങ്ങൾ തോൽക്കുമെന്നൊക്കെ ഉപദേശവും കൊടുക്കുന്ന ഒരു ആചാര്യനായിരുന്നല്ലോ നമ്മുടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ആള്. താരമായിരുന്നു അദ്ദേഹം. പക്ഷേ സ്വന്തം ഒരു രാഷ്ട്രീയ കക്ഷി ജൻസുരാജ് എന്നുള്ള പാർട്ടി ബീഹാറിലുണ്ടാക്കി ഇപ്പം ഞങ്ങൾ അധികാരം പിടിക്കും എന്ന് വിചാരിച്ച് വമ്പം പ്രചാരണമൊക്കെ നടത്തി അവസാനം വട്ടപൂജ്യമായിട്ട് തീർന്നു. ഇതോടുകൂടി അദ്ദേഹം സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഭിന്ന പാർട്ടികളൊക്കെ വലിയ വാഗ്ദാനങ്ങളും ഫ്രീബീസും ഒക്കെ നൽകിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. സുപ്രീം കോടതി എടുത്തു ഏറ് കൊടുത്തത്. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞപ്പോൾ പരാതിയും കൊണ്ടുവരും. നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഇതൊക്കെ? അതെന്താ ഇങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയിക്കണമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പശു എത്തും മോരിൻ്റെ പുളിയും പോയി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യാനാ എന്ന് കോടതി ചോദിച്ചെങ്കിലും ഈ കോടതി പറഞ്ഞു ഈ ഫ്രീ ബീസ് എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ നേരെ ഫ്രീ ബീസ് വാഗ്ദാനം മാത്രമല്ല, ഇനാമായിട്ടും കൊടുക്കും. ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടറുകൾ, വേണമെങ്കിൽ പൈസ, ബിരിയാണി ഇതൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ആൻ്റോണിയുടെ കേസിൽ 2 കോടി രൂപ എന്തിനെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ചോദ്യങ്ങൾ ആൾക്കാർക്ക് പേഴ്സണലായിട്ട് കൊടുക്കാൻ പാടില്ല എന്നില്ല. അതെങ്ങനെ പൈസ ആയിട്ട് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതാണോ? അത്ഭുതകരമായിട്ട് അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് ജയിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതുണ്ടോ? എന്നാലും ജയിച്ചു കഴിയുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? അതും വേണ്ടേ? ജനപ്രതിനിധി ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ അവർക്ക് അധികാരത്തിന്റെ അഹങ്കാരം വരും, രാഷ്ട്രീയം വരും. ഞങ്ങൾ എല്ലാത്തിനും മേലെയാണെന്നത് തോന്നൽ. പിന്നെ കൊടുത്തവരെ ഭീഷണിപ്പെടുത്താമല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് കാർത്തിക് മാഷിന്റെ ഒരു അഭിപ്രായം എന്താ? നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിതീഷ് കുമാറിന്റെ ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ അത് നേരത്തെ നടത്തിയ ഒരു പ്രോമിസിന്റെ നിറവേറ്റലാണ്. തെരഞ്ഞെടുപ്പ് ചട്ടണ്ടെങ്കിൽ കേരളത്തിൽ ധാരാളമായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല. ക്ഷേമ പെൻഷൻ 5 ദിവസം വർക്കിംഗ് ഡേ ആക്കുന്നു. ഇതെല്ലാം ഈ വൃത്തികെട്ട പരിപാടികൾ. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശമ്പള കമ്മീഷനെ വെക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് ഒരുമാതിരി. പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന ഒരു സാധനമുണ്ട്, അതായത് രാഷ്ട്രീയ സാക്ഷരത. ഇത് ഉണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ പൗരബോധം എന്ന് പറയുന്ന സിവിക് സെൻസ് ഉണ്ടാകണം. അതില്ലാത്തൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത പൗരന്മാരുടെ ഇടയിൽ രാജ്യസ്നേഹമോ മതിപ്പോ മമതയോ ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ആരെന്ത് തന്നാലും തൽക്കാലം അത് വാങ്ങിക്കും. എനിക്കൊരു കാര്യം കിട്ടുമ്പോൾ അത് എനിക്ക് ഗുണകരമാണോ ഭാവിയിലെ ദോഷകരമാണോ, ഈ രാജ്യത്തിന് ഇത്തരം ഒരു പ്രവൃത്തി ആശാസ്യമായൊരു കാര്യമാണോ, ഇതൊന്നും ചിന്തിക്കുകയില്ല. എനിക്ക് പണം കിട്ടില്ല. ചാരായം കൊടുത്താൽ, പണ്ട് ചാരായം കൊടുത്താൽ വോട്ട് മറിച്ച് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പറയുമ്പോൾ കേരളത്തിലിരുന്ന് പറയും പ്രബുദ്ധരാണെന്ന്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനമാണ് അങ്ങനെ നോക്കിയാൽ പ്രബുദ്ധതയുള്ളത്? ഇപ്പോൾ 35 വർഷത്തോളം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസത്തിൽ ആ സംസ്ഥാനത്തിലെ ദീദി എന്താ ചെയ്യുന്നത്? ഇതേ കാര്യം തന്നെയാണ് അവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് മലപ്പുറത്തെ ഇരിക്കണം, വേറെ ജില്ലകളെ ഉണ്ടാക്കണമെന്ന്. ഇതൊക്കെ ഡിമാൻഡുകളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിലേക്ക് മതസംഘടനകൾ വെക്കുന്ന ഡിമാൻഡുകളാണ്. അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷനിൽ വെച്ചിട്ട് മാർത്തോമ മെത്രോപൊലിത്ത ആവശ്യപ്പെട്ടത് JB കമ്മീഷൻ
JB കമ്മീഷൻ റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കണം, അത് പൂർണ്ണമായിട്ടും നടപ്പാക്കണം. ഒരു മത ആധ്യാത്മിക സമ്മേളനത്തിൽ പറയേണ്ട കാര്യമാണോ? അദ്ദേഹം പറഞ്ഞത് ശരി തന്നെ, ചെയ്യേണ്ടതാണ്. അതല്ല ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറഞ്ഞാണ് ജോസ് കെ മാണി മധ്യ കേരള യാത്ര നടത്തുന്നത്. അതും രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ. അപ്പോൾ ഇദ്ദേഹം ഇത് പറയുന്നത് ന്യായമാണ്, ഇത് നടപ്പാക്കാതെ ആളുകളെ പറ്റിക്കുക, അതൊരു ഫാൾസ് പ്രോമിസ്. പക്ഷേ ഒരു ആത്മീയ യോഗത്തിലാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇതൊക്കെ മുന്നോട്ട് വെക്കാനായിട്ട് ഇവർക്ക് ധൈര്യം കിട്ടുന്നത് പ്ലാനിംഗ് കമ്മീഷനൊരു സ്റ്റേറ്റിലെ പദ്ധതികൾ നിശ്ചയിച്ച് അത് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണല്ലോ സാധാരണ രീതി. അതൊന്നുമില്ലാതെ ഒരു അജണ്ടയുമില്ലാതെ സംസ്ഥാന ഭരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ആരെന്ത് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ 10 വോട്ടുണ്ടെന്ന് പറഞ്ഞ് ആര് പറഞ്ഞാലും അവരിലേക്ക് ചാഞ്ഞു നിൽക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികളിലുള്ള സ്ഥലങ്ങളിൽ ഇത് വിദഗ്ധന്മാരല്ല പറയുന്നത്, വെറും രാഷ്ട്രീയക്കാരാ വെറും മതത്തിന്റെ മേലിരിക്കുന്നവരാ. ഇവർക്ക് എന്ത് അക്കാദമിക് മികവുള്ള ആൾക്കാരാ? മതം മാത്രം പഠിച്ച ആൾക്കാരാണ് IAS ഭരിക്കുന്ന ഒരു ഭരണകൂടത്തോട് പറയുന്നത് ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന്. എന്താ അസംബന്ധമാണ്? അതെ, അതുപോലെ തന്നെ സുപ്രീം കോടതി ഇത് വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് അത് പരിഗണനയ്ക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഇതിൽ എന്തെങ്കിലും ഒരു ചട്ടം നിയമം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതാണ്. ഇതിനും അപ്പുറം പോയാൽ പണാധിപത്യം മാത്രമല്ല മതാധിപത്യമുണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആന്ധ്രാപ്രദേശ് അല്ല തെലുങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, മുസ്ലിങ്ങൾ കോൺഗ്രസ് വേണ്ടി. ഇയാളുടെ ആരാ ഇത് പറഞ്ഞു കൊടുത്തത്? ജവഹർലാൽ നെഹ്റു പോലും പറയാത്തത് മൻമോഹൻ സിംഗ് പക്ഷേ പറഞ്ഞായിരുന്നു. അതായത് ഞങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ധനം ആദ്യം ചെല്ലേണ്ടത് മുസ്ലിങ്ങളിലാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഇതൊക്കെ വളരെ തെറ്റിദ്ധാരണകളുണ്ടാകും. കർണാടകത്തിലെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെ 4% സംവരണം ഏർപ്പെടുത്തുകയാണ്. നേരത്തെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് രാജശേഖർ റെഡ്ഡി ഇതുപോലെ 4% പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി തള്ളി, കൊട്ടയിലേക്ക് എടുത്ത് കളി, കൊടുക്കാൻ പറ്റില്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്. പക്ഷേ ആ ഭരണഘടനാ വിരുദ്ധത ഞങ്ങൾ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നടപ്പാക്കുമെന്നുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ രേവന്ത് റെഡ്ഡി നടത്തിയിട്ടുള്ളത്. എന്താണ് അതെ, ഫ്രീ ബീസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും നല്ല മാതൃക തമിഴ്നാടാണ്. ജയലളിതയുടെ കാലത്തും അതേപോലെ തന്നെ കരുണാനിധിയുടെ കാലത്തുമാണ് അത് കൊടികുത്തി വാണിരുന്നത്. ലാപ്ടോപ്പ് കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, സാരി കൊടുക്കുന്നു, ടെലിവിഷൻ കൊടുക്കുന്നു, മിക്സി കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കാത്തതായിട്ട് ഒന്നുമില്ലാത്ത രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരികയാണ്. അത് ഇവർക്കറിയാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഫ്രീ ബീസ് കൊടുത്താൽ പൊട്ടന്മാരായ ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിൽ വന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന, ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ നമ്മൾ റേപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇത് പക്ഷേ ഇന്ത്യയിൽ നിർബാധ്യം തുടരുന്നു. ഇതിനൊക്കെ എതിരെ നിയമം ഇപ്പോഴും ഉണ്ട്, നിലവിൽ ആ നിയമമുണ്ട്. പക്ഷേ സ്റ്റാറ്റസ് കോ വരുന്നതിന് ശേഷം, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് ഇതിപ്പോൾ നടപ്പാകുന്നത്. അതിനു മുൻപ് ഇത് നിർബാധം തുടരുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗളഹസ്തം, ജനാധിപത്യത്തിൻ്റെ ഗളഹസ്തം ചെയ്യലാണ് ഈ ഫ്രീ ബീസും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ഒരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്തം, ഗതികേട്, അവരുടെ ആ ഒരു എത്രമാത്രം അധപ്പതിച്ച ചിന്താഗതിയുള്ളവരാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ പോലെ പ്രോഗ്രസ് കാർഡ് കാട്ടി വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങിക്കുന്നു. കള്ള വാഗ്ദാനം കൊടുത്തിട്ട്, കപട വാഗ്ദാനം കൊടുത്തിട്ട്, കപട മതേതരത്വം ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളെ വോട്ട് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന കള്ളത്തരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.